ഗായ്സ്, ഇന്നൊരു സാറ്റർഡേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ഒളിമ്പിക് പാർക്കിൽ പോകാം കേട്ടോ. സിഡ്നി ഒളിമ്പിക് പാർക്ക്. ഒളിമ്പിക് പാർക്ക് എന്ന് പറഞ്ഞൊരു ബിഗ് ഏരിയ കേട്ടോ. ഇത് ഞങ്ങൾ അതിൻ്റെ അക്വാട്ടിക് പ്ലേ ഗ്രൗണ്ടിലായിട്ടോ വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ടൈമിങ് കുറച്ചൊന്ന് തെറ്റിപ്പോയി. അവിടെ 5:30 വരെ എങ്ങാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ വാട്ടറിൻ്റെ ഇത്. അപ്പോൾ അത് ക്ലോസ് ചെയ്തിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇവിടെ റൈഡ്സൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഭയങ്കര ചൂടല്ലേ ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് പിള്ളേരെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങാം, ഏട്ടനും ഫ്രീ ആണല്ലോ. അങ്ങനെ ഇറങ്ങിയതാട്ടോ. സിഡ്നി ഒളിമ്പിക് പാർക്കിലെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. സിഡ്നി ഒളിമ്പിക് പാർക്കിൽ വേറെ പ്രോഗ്രാമിന് വേറെ സൈഡിൽ പോയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടോ കേട്ടോ. ഡിഫറെൻറ്റ് ഏരിയാസിലായിട്ടാണ് കേട്ടോ സിഡ്നി ഒളിമ്പിക് പാർക്ക്സ്. ഇവിടെ 2000 ഒളിമ്പിക്സ് നടന്ന സ്ഥലവും കൂടെയാണ് കേട്ടോ. ഞങ്ങളിവിടെ അക്വാട്ടിക് പ്ലേ ഗ്രൗണ്ട്, ഭയങ്കര ഒരു സൂപ്പർ ലൊക്കേഷനായിട്ട്. ഇനിയും വരാൻ തോന്നും. ഭയങ്കര ക്ലീനുമായിട്ട് കുട്ടികൾക്ക് ഒരുപാട് റൈറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പാരൻസിനോ നല്ല റിലാക്സിങ് ആയിട്ടിരിക്കാം. പിന്നെ എനിക്ക് 2 കുട്ടിമുടികളാണല്ലോ, അതിനെയും കൊണ്ട് റിലാക്സിങ് ഒന്നും നടക്കില്ല. ഇളയാളമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മൂത്താളും ഇളയാളും കൂടെ കളിയൊക്കെ ആയി. ഇളയാൾ അവസാനം ഇതിനകത്തൊന്ന് കയറാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതിനകത്ത് കളിയായിരുന്നു. 1 മണിക്കൂറോളം കയറുക കളിയായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സിന് കിട്ടാനൊന്നും പാടില്ല. അവിടെ കുട്ടികളെല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് ഫ്രണ്ട്സായിട്ട് അങ്ങ് കളിച്ചോളും. പിന്നെ ഇവിടെ ആയിരുന്നു മറ്റേ അക്വാട്ടിക് ഏരിയ ഒക്കെ വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് നടക്കുകയാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. ക്യാപ്പൊക്കെ മസ്റ്റായിട്ട് വെക്കണം കേട്ടോ. അപ്പം ഞാൻ ക്യാപ്പ് വെച്ചു. പിള്ളേരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഒരു കേവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ അതിനകത്തൊക്കെ കയറി. ഇവിടെയാണ് ചെറിയ ഇങ്ങനെ വാട്ടർ ഫൗണ്ടേഷനൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിരുന്നില്ല. അപ്പം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തു ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം കറക്റ്റ് ടൈമിങ്ങിലൊക്കെ വരാം. വളരെ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. നമുക്ക് സൂപ്പറായിട്ട് നടന്ന് കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഭയങ്കര ലൊക്കേഷൻസും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. നമുക്ക് ഫാമിലി ആയിട്ടും പിന്നെ സൈക്ലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വാർഫും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടും ഒക്കെ പോയി. ഇതൊരു നല്ല റിവർ സൈഡുമാണ് കേട്ടോ. ബ്ലാക്ക് സ്ലാൻഡ് റിവർ സൈഡുമാണ്. അപ്പം ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ അതും കൂടെ കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അതൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ ബോട്ടിങ്ങും ഒക്കെ നടക്കുന്നതാണ് കേട്ടോ, ഓരോ ടൈമിങ് അനുസരിച്ച്. നമുക്ക് പിള്ളേരൊക്കെ കൊണ്ടുവന്ന സമയം കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെയുള്ള നല്ലൊരു ഏരിയ ആണ് കേട്ടോ. സിഡ്നിയിൽ തന്നെ ഇങ്ങനെ പലതരം പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇനിയും നമുക്ക് പോവാം. ഞങ്ങൾ അവിടെ നിന്നൊരു 20 മിനിറ്റ്സൊക്കെ ട്രാവലേ ഉള്ളൂ കേട്ടോ. കാർ പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. 2 hours അവിടെ കാർ പാർക്കിംഗ് ഫ്രീ ആണ്. ഇതാ റിവർ സൈഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെയും കുറച്ച് പേരൊക്കെ നടന്നു. ഇനി അടുത്ത തവണ എപ്പോഴാണോ ഈ പ്ലേ ഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വരാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.